ഇപ്പോഴത്തെ കാലത്ത് മിക്കവാറും അടുക്കളകളിൽ കാണുന്ന ഒരു ഐറ്റമാണ് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ. നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പോലെ തന്നെ നോൺ സ്റ്റിക്ക് ആണല്ലേ, അധികം അടിയിലൊന്നും പിടിക്കാതെ നമുക്ക് കുക്ക് ചെയ്യാം. അതുപോലെ തന്നെ പെട്ടെന്ന് ചൂടാവും. അതുകൊണ്ട് തന്നെ ഗ്യാസിൻ്റെ അളവും നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കാനും നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ചിലപ്പോഴൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെയുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കധികം ഓയിൽ ഇല്ലാതെ കുക്ക് ചെയ്യാനൊക്കെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും കുറച്ചൊക്കെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഫുള്ള് കുക്കിംഗ് നോൺ സ്റ്റിക്ക് പാത്രത്തിലല്ല എങ്കിലും അത്യാവശ്യം നമുക്ക് ഇതേപോലെ ഷാലോ ഫ്രൈ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പം നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാലം നമുക്കത് ഉപയോഗിക്കാമെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രം വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ബ്രാൻഡ് ഉള്ളത് നോക്കി വാങ്ങിക്കുക. വില കുറവ് മാത്രം നോക്കി നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വാങ്ങിക്കരുത്. കാരണം നമ്മൾ വില കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കോട്ടിംഗ് പെട്ടെന്ന് തന്നെ ഇളകിപ്പോകും. കോട്ടിങ് പോയ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. അത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ നോക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം, നോൺ സ്റ്റിക്ക് പാത്രം വാങ്ങിക്കൊണ്ടുവന്ന് കഴുകി ആദ്യം ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് ലൈറ്റായിട്ട് ഡിഷ് വാഷറിനെ ലൈറ്റാക്കിയതിന് ശേഷം സ്പോഞ്ച് ഉപയോഗിച്ച് കഴുകിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരുപാട് ചൂടിൽ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഒരിക്കലും കുക്ക് ചെയ്യരുത്. നമ്മളിപ്പോൾ അടുപ്പിൽ വെച്ച ഉടനെ തന്നെ കുറച്ച് ഇപ്പം നമ്മൾ ഓയിലാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഓയിലില്ലാതെ ഒട്ടും ഓയിലില്ലാതെ കുക്ക് ചെയ്യുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ കോട്ടിങ് പെട്ടെന്ന് തന്നെ ഇളകി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ലൈറ്റ് ആയിട്ടാണെങ്കിലും നിങ്ങൾ ഓയിൽ ഒഴിക്കുമ്പോൾ ഒരുപാട് ചൂടാവാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾക്ക് കൂടുതൽ ആയുസ് നൽകുക. അതുപോലെ കറി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അധിക താമസമില്ലാതെ തന്നെ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അധിക താമസമില്ലാതെ പാത്രം മാറ്റുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ കറി പെട്ടെന്ന് കേടുവരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഒരിക്കലും കറി ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ ആ ചൂടോടുകൂടി തന്നെ ഒരിക്കലും നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രം കഴുകരുത്. അതും നോൺ സ്റ്റിക്കിൻ്റെ ഡ്യൂറബിലിറ്റി കുറയ്ക്കും. അത് കോട്ടിങ് ഇളകി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കൂടുതൽ കാലം അങ്ങനെയാകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ അസിഡിക് നേച്ചറുള്ള തക്കാളി, നാരങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾ നോൺ സ്റ്റിക്കിൽ കുക്ക് ചെയ്യാതിരിക്കട്ടെ നല്ലത്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് നോൺ സ്റ്റിക്കിൻ്റെ ആ കോട്ടിങ് പോയിട്ട് പെട്ടെന്ന് തന്നെ നശിക്കാനുള്ള കാരണമാവും. അടുത്തതായിട്ട് നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രം കഴുകുമ്പോൾ സ്പോഞ്ച് മാത്രം ഉപയോഗിച്ച് കഴുകാൻ ശ്രമിക്കുക. ലൈറ്റായിട്ടുള്ള ചുടുവെള്ളത്തിൽ സ്പോഞ്ച് ഉപയോഗിച്ച് കഴുകിക്കഴിഞ്ഞാൽ, ഡിഷ് വാഷർ ഉപയോഗിച്ച് കഴുകിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എണ്ണയും മെഴുക്കുമൊക്കെ പോയി നല്ല ക്ലീൻ ആവുകയും ചെയ്യും. കഴുകുമ്പോൾ ഒരിക്കലും സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിക്കരുത്. അതോടുകൂടി ആ കോട്ടിങ് അങ്ങോട്ട് ഇളകി വരും. പിന്നെ ഇപ്പോൾ ഒരുപാട് കറ പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനും ഒരു മാർഗമുണ്ട്. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് സോഡ പേസ്റ്റിൻ്റെ പരുവത്തിലാക്കി തേച്ച് പിടിപ്പിച്ച ശേഷം വെള്ളം ഉപയോഗിച്ച് കഴുകിയാൽ മതി. ഇനി നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ നോൺ സ്റ്റിക്കിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും സ്റ്റീലിൻ്റെ തവി ഉപയോഗിക്കരുത്. തവി ഉപയോഗിക്കുമ്പോൾ മരത്തിൻ്റെ ഉപയോഗിക്കാൻ നോക്കുക. അതല്ല എങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ തന്നെ തവി കിട്ടും, അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ല എങ്കിൽ നമ്മൾ അതിൽ സ്റ്റീലൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ സ്ക്രാച്ച് വന്നിട്ട് അതിൻ്റെ കോട്ടിങ് നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ കൂടുതൽ കാലം ഉപയോഗിക്കാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഫ്രണ്ട്സിനുമായി ഷെയർ ചെയ്യുമല്ലോ. കൂടാതെ ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.